അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തില് ഇപ്രകാരം പറയുന്നു, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഈ ആത്മാവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ആത്മാവ് നമ്മെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു. കരങ്ങളെ ആരാമോറും പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഈ പെന്തക്കോസ്താ തിരുനാളിൽ എന്നെ ശക്തിയുള്ള വ്യക്തിയാക്കി മാറ്റണമേ, അഭിഷേകമുള്ള വ്യക്തിയാക്കി മാറ്റണമേ. ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം എന്നിലേക്ക് അയക്കണമെന്ന് പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തും ഒരു വർഷം പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശക്തിയാക്കണമേ, എന്നെ അഗ്നിയാക്കണമേ. അനേകരിലേക്ക് നന്മ ചെയ്യുവാൻ കടന്നു പോകുന്ന വ്യക്തിയാക്കി, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ശുശ്രൂഷകനാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം. കുടുംബത്തില്, സമൂഹത്തില്, ഞാൻ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഉയർത്തിക്കാട്ടുന്ന വ്യക്തിയാക്കി ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവേ എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കട്ടെ. കുടുംബത്തിലായിരിക്കുന്നവര്, രോഗകിടക്കയിലായിരിക്കുന്നവര് ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുക. ആ പരിശുദ്ധാത്മാവ് രോഗങ്ങൾ ഏറ്റെടുക്കും. ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരമാണ്, വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവമായ കർത്താവ് വചനത്തോട് അരുളിച്ചെയ്യുന്നു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. ഇന്ന് നീ കഷ്ടതയിലൂടെയാണ് നടക്കുന്നതെങ്കിലും നിന്റെ കഷ്ടതയിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക. ഈശോ ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് നമുക്ക് സഹായനായി നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആരെല്ലാം ആഗ്രഹിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും. ഈ പരിശുദ്ധാത്മാ ശക്തി മനുഷ്യബുദ്ധിക്ക് നിർവചിക്കുവാൻ സാധിക്കാത്തതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാ നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് വലിയ മാറ്റങ്ങൾ സംഭവിക്കും. നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടും. നമ്മളെ കാണുന്ന വ്യക്തികൾ നമ്മെ നോക്കി പറയും, ഇതാ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വ്യക്തിയല്ലല്ലോ ഇപ്പോൾ ഈ നടന്നു പോകുന്നത്. അത്രയധികം അഭിഷേകമാണ് പരിശുദ്ധാത്മാ നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിലായിരിക്കുമ്പോൾ, ലോകമോഹങ്ങൾ കടമപ്പെട്ട് ജീവിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതം പ്രിയപ്പെട്ടവരെ അനുഗ്രഹമുള്ളതായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും ദൈവം നമ്മളോട് പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും നിങ്ങളുടെ സാക്ഷികളാകും. ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ,
പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. മാലിന്യം മാറേണം നിഞ്ചനമുണർന്ന് വേല ചെയ്തിടാം. പിന്മഴ പെയ്യണം മാലിന്യം മാറേണം നിഞ്ചനമുണർന്ന് വേല ചെയ്തിടാം. ശക്തിയാലയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലയല്ല ശക്തിയാലയല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ആട്ടുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം അണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. ആട്ടുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം അണിക്കല്ലു കയറ്റാം ദൈവസഭ പണിയാം. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവൻ നദിയൊടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിന്റെ നദിയൊഴുകും. നമ്മുടെ ജീവിതത്തിലേക്ക് ശാപം മാറി അനുഗ്രഹത്തിന്റെ നദിയൊഴുകും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങിത്താടുന്ന വ്യക്തിയെ പോലെ പരിശുദ്ധാത്മാ കടന്നു വരുമ്പോൾ അത്രയ്ക്ക് അഭിഷേകം ഒഴുകും. പ്രിയപ്പെട്ടവരെ, ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. അരയോളം പോരാ വലിയൊരു ജീവ നദിയൊടുക്കാം. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊടുക്കാം. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊടുക്കാം. നീന്തിയിട്ടല്ലാതെ കടപ്പന്നയാത്ത നീരുറമയിന്ന് തുറക്കണതാ. നീന്തിയിട്ടല്ലാതെ കടപ്പന്നയാത്ത നീരുറമയിന്ന് തുറക്കണതാ.
കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയാണെങ്കിലും, ജീവിതത്തിലെ എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ? നമ്മുടെ ഈ അവസ്ഥകൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമുക്ക് അതൊരു പ്രശ്നമല്ലാതായി മാറും. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോ ജീവിതത്തിൻ്റെ അവസ്ഥകളിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവരോടും പറയാൻ പറ്റാത്ത മനോവേദനയിൽ നീറുന്ന ഒരു വ്യക്തിയാണോ നീ? മകനെ, മകളെ, കർത്താവ് നിന്നെ കാണുന്നു. പ്രിയപ്പെട്ടവർ മരിച്ചു പോയിട്ടുള്ള ആ ഹൃദയവേദനയിൽ ഉരുകുന്ന ഒരു വ്യക്തിയാണോ നീ? സ്വന്തം മക്കൾ മരിച്ചു പോകുമ്പോൾ അനുഭവിക്കുന്ന ഒരു വേദന, ആ വലിയ വേദന പരിശുദ്ധ അമ്മ അനുഭവിച്ചറിഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ആ അമ്മ അനുഭവിച്ച ഹൃദയവേദന നമുക്ക് ഈ നിമിഷം ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ വേദനകളെ കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ അവസ്ഥയിൽ നമ്മൾ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ മകനെ നഷ്ടപ്പെട്ട ഒരമ്മയാണോ? സഹോദരനെ നഷ്ടപ്പെട്ട ഒരു സഹോദരിയാണോ? പിതാവിനെ നഷ്ടപ്പെട്ട ഒരു കുടുംബമാണോ? നിങ്ങളുടെ ഈ വേദനകരമായിട്ടുള്ള ഈ അവസ്ഥകളെ വേദന അറിഞ്ഞ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുക. ഈ നിമിഷം പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് യേശു സഹിച്ച സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യേശു അനുഭവിച്ച ആ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം അറിയാതെയല്ല ഈ നൊമ്പരങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത്. യേശു ഇടപെടും, പരിശുദ്ധാത്മാവ് ഇടപെടും. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് ഇതെല്ലാം ഏറ്റെടുക്കും. രോഗക്കിടക്കയിലായിരിക്കുന്ന വ്യക്തിയാണോ നീ? ആരോടും പറയാൻ പറ്റാത്ത തരത്തിലുള്ള വേദന അനുഭവിക്കുന്ന വ്യക്തിയാണോ? കൊടുക്കുക. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുക്കും. പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ അത്ഭുതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രകടമാകുവാൻ നമുക്ക് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളിലേക്കും കർത്താവേ അവിടുത്തെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഈ നിമിഷം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളിലേക്കും ദൈവമേ അവിടുത്തെ അത്ഭുതകരം, ദൈവമേ സൗഖ്യത്തിൻ്റെ കരം ഈ നിമിഷം തൊട്ട് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ നൊമ്പരങ്ങളിലേക്കും ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനകളെ ഏറ്റെടുക്കുന്നവനെ ദൈവമേ അവിടുന്ന് ആ വേദനകളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വസിപ്പിക്കണമേ, സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിലൂടെ തീർച്ചയായും ദൈവം നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളായിരിക്കുന്ന എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലേക്കും
വലിയ കൃപയും അനുഗ്രഹവും അഭിഷേകവും വർഷിച്ചിരിക്കുന്നുവെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രാപിച്ച അഭിഷേകം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാതെ എപ്പോഴും പ്രാർത്ഥനയിലായിരിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ, അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാൻ ആഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. അതിനുള്ള എല്ലാ അഭിഷേകവും കൃപയും ശാന്തി സമാധാനവും കർത്താവിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരട്ടെ. നിങ്ങൾ ഒന്നുയർന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.